കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചർച്ച, പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി UDF-നോടൊപ്പമാണ്. UDF നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നു. UDF കൺവീനർ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കണ്ട് ചർച്ച നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രമതം മുന്നോട്ട് വെക്കുന്ന, മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന സംഘടനയാണ്. ആ സംഘടന UDF-നോടൊപ്പം നിൽക്കുന്നു, UDF-മായി നല്ല ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു, UDF-ന്റെ ഘടകകക്ഷിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായി മുസ്ലിം ലീഗിനെതിരെയും UDF-നെതിരെയും കോൺഗ്രസിനെതിരെയും ജമാഅത്തെ ഇസ്ലാമി ബന്ധം ആരോപിച്ച് വലിയ വിമർശനം CPIM നേതാക്കൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു വരുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നത് LDF-നാണ്, CPM-നാണ് എന്നാണ്. CPM നേതാവ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ജമാഅത്തെ ഇസ്ലാമി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. ആ ഫോട്ടോ അടക്കം എടുത്തുകൊണ്ട് വലിയ പ്രചാരണം കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും UDF-ഉം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. സഭയിലും സ്വാഭാവികമായി അതിന്റെ അലയൊലികൾ ഉണ്ടാകും. KPA മജീദ് ഈ പ്രശ്നം സഭയിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി ഒന്നിച്ചിരിക്കുന്ന ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർത്തിയത്, CPM-നെതിരെ വിമർശനം ഉയർത്തിയത്. അത് നമുക്ക് ആദ്യം കാണാം. പ്ലീസ് കൺക്ലൂഡ്. പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ജമാഅത്ത് അമീറുമായിട്ട് വോട്ടിന് വേണ്ടി ഇലക്ഷൻ കാലത്ത് സംസാരിക്കുന്ന ഫോട്ടോ അത് അങ്ങയുടെ സമയം കഴിഞ്ഞു, അവസാനിപ്പിക്കുക. മുജീബർ റഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിന്റെ അമീർ, അങ്ങയുടെ സമയം കഴിഞ്ഞു, അവസാനിപ്പിക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ മുൻ അമീർ ആരിഫ് അലി സംസാരിക്കുന്ന ഫോട്ടോ ആണ്. നിങ്ങൾ ഇവരുമായി സംസാരിച്ച് അവരുടെ വോട്ട് വാങ്ങിയതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നയപരമായ ഒരു സമീപനം സ്വീകരിച്ച് UDF-ന് വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പരാതിയല്ലേ? നിങ്ങൾക്ക് പരാതി. നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഇപ്പോഴും അവരുമായി നിങ്ങൾ സഖ്യം ചെയ്യും, അവരുടെ വോട്ട് വാങ്ങും. നിങ്ങൾ PDP-ന്റെ വോട്ട് വാങ്ങിയില്ലേ പരസ്യമായിട്ട്? ഇപ്പോഴും വാങ്ങുന്നില്ലേ? PDP-യോട് നിങ്ങളുടെ നിലപാടെന്താണ്? ജമാഅത്തിന്റെ നിലപാടെന്താണ്? നിങ്ങൾക്ക് എന്ത് നിലപാടുള്ളത്? 2 വോട്ട് കിട്ടാൻ വേണ്ടി ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിരന്തരമായി പറയാന്നല്ലാതെ നിങ്ങളുടെ മുമ്പിൽ എന്ത് അജണ്ടയാണ്? KPA മജീദിന്റെ ആരോപണത്തിൽ KPA മജീദ് മാത്രമല്ല, UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഈ ആരോപണം ഉന്നയിക്കാറുണ്ട്. പത്രമാധ്യമങ്ങളിലും ഈ ഫോട്ടോയടക്കം വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇത് വലിയ പ്രചാരണമാക്കി മാറ്റിയിരുന്നു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അമീറിന്റെ ചിത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ ചിത്രം, അത് ഉപയോഗപ്പെടുത്തി CPM-നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം എന്നാണ് വലിയ പ്രചാരണം. എന്നാൽ മുഖ്യമന്ത്രി അത് കയ്യോടെ പൊളിച്ചു കൊടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ ഓഫീസിൽ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, പലരും വന്ന് കണ്ടിട്ടുണ്ട്, എല്ലാവരുമായി ഞാൻ ചർച്ച നടത്താറുണ്ട്. അന്ന് നടന്ന സംഭാഷണം എന്താണ് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. സർ, ഇവിടെ ബഹുമാനായ KPA മജീദ് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അമീറിനെ ഞാൻ കണ്ടുവെന്ന് അദ്ദേഹം പറയുകയുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ ഉയർത്തിക്കാട്ടുമല്ലോ ചെയ്തു. അത് ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടതാണോ, എന്നെ അദ്ദേഹം വന്ന് കണ്ടതാണോ എന്ന് നോക്കിയാൽ മതി. എന്നെ കാണാൻ പലരും വരില്ലേ? ഞാൻ മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയെ കാണാൻ വരില്ലേ? അതിലെന്താ വസ്തുത പിറകില്ല? പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ രീതി എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ എല്ലാവരുടെയും പോലത്തെ കാര്യങ്ങൾ അവർ വിശദീകരിക്കാറുണ്ടല്ലോ. നിങ്ങൾ വരണ്ടെന്ന് പറയും ആരെങ്കിലും? അതുകൊണ്ട് അവരോടുള്ള നിലപാടിൽ വ്യത്യാസമുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൂട്ടർ ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാണാൻ വന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നമ്മുടെ സോൾഡാറ്റിക്കാരാണ്. ഞാൻ പറഞ്ഞു, ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ എന്ന്. അപ്പോൾ അവർ ചിരിച്ചു. നിങ്ങൾ ഏത് കാര്യത്തെ നിങ്ങൾ എതിർക്കാതുള്ളത്? ഈ നാട്ടിൽ വരുന്ന എല്ലാ കാര്യത്തെയും നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുകയല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതാണ് എൻ്റെ രീതി. KPA മജീദ്, എന്നെ കാണാൻ വന്നാൽ ഞാൻ കാണാൻ സമ്മതിക്കും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അതാണ് എൻ്റെ രീതി. പക്ഷേ UDF കൺവീനർ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ വീട്ടിൽ പോയി കണ്ടത് ശ്രദ്ധയിലുണ്ടാകുമല്ലോ അല്ലേ? ജമാഅത്തെ ഇസ്ലാമി കേരള രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മുസ്ലിം സംഘടനകളെയും ഒന്നിച്ച് നിർത്തുക, അതിൻ്റെ രാഷ്ട്രീയവുമായും ആശയപരമായും നേതൃത്വം കൊടുക്കുക ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം ലീഗ് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ വലിയ വർഗീയ ധ്രുവീകരണത്തിന് ഇടയാക്കുന്നുണ്ട്.
ഈ മുസ്ലിം കൂട്ടായ്മ UDF-നോടൊപ്പം നിൽക്കുന്നു. UDF നേതാക്കൾ നിരന്തരമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി UDF കൺവീനർ MM ഹസൻ കാണുന്നു. കോൺഗ്രസ് നേതാവ്, പ്രതിപക്ഷ നേതാവ് ഒക്കെ എപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഇത് കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുകയും മതരാഷ്ട്രവാദികളുമായി എന്ന് വെച്ചാൽ സംഘപരിവാർ എന്താണോ പറയുന്നത് അതിന്റെ നേരെ എതിർവശത്ത് നിന്ന് സംസാരിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയം, തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം, നേരെ ഇപ്പുറത്ത് തീവ്ര നിലപാട്, മുസ്ലിം തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസ് എന്ന് വെച്ചാൽ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാൻ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്നു കോൺഗ്രസും UDF-ഉം. അതാണ് വിമർശനം. ആ വിമർശനം ഇനിയും ഉയർത്തും എന്ന് ആവർത്തിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി. എന്നാൽ നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രിയെ വന്ന് കണ്ട ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ആ ചിത്രമെടുത്ത് നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് CPI-യുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് KPA മജീദും മുസ്ലിം ലീഗ് നേതാക്കളും UDF നേതാക്കളും നിയമസഭയിൽ. അത് കയ്യോടെ പൊളിച്ചു കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. എന്ന് വെച്ചാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കിട്ടി KPA മജീദിനും UDF നേതാക്കൾക്കും MLA-മാർക്കും സഭയിൽ വെച്ച് തന്നെ.